എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എ-ലൈൻ കുർത്തിയില് ഫ്രണ്ടിൽ മാത്രം കുറച്ച് പോർഷനിൽ പ്ലീറ്റ്സ് ആഡ് ചെയ്തിട്ട്, അത് തന്നെ കുറച്ച് അടുപ്പിച്ചിട്ടുള്ള പ്ലീറ്റ്സ് ആഡ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു കുർത്തി ചെയ്യാന്നുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കുറച്ച് വ്യത്യാസമാണ്, ശ്രദ്ധിച്ചിട്ട് തന്നെ കാണുക കേട്ടോ. നമ്മൾ 3 മീറ്റർ ആണ് ഫാബ്രിക് എടുത്തിട്ടുള്ളത്. നല്ല വിടുത്തുള്ള ക്ലോത്ത് എടുക്കുക കേട്ടോ. അപ്പൊ ഞാൻ എടുത്തിട്ടുള്ള ക്ലോത്ത് 44 ഇഞ്ചാണ് വിടുത്ത്. അതിൽ കൂടുതൽ വിടുത്തുള്ള ക്ലോത്ത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇങ്ങനെ അടുപ്പിച്ചിട്ടുള്ള പ്രിൽസ് കിട്ടും ഫ്രണ്ടിൽ. അപ്പൊ അത് കാണാൻ കുറച്ചും കൂടി ഭംഗിയായിരിക്കും കേട്ടോ. അപ്പൊ ഒരുപാട് പ്രിൽസ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ വിടുത്ത് കൂടുതലുള്ള ക്ലോത്ത് എടുക്കുക. 3 മീറ്റർ കോട്ടന്റെ ഫാബ്രിക് ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പൊ അതിന് ഞാൻ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കുറച്ച് വ്യത്യാസമാണെന്ന് ഞാൻ പറഞ്ഞു. സാധാരണ നമ്മൾ എപ്പോഴും ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒന്നിച്ചാണ് കട്ട് ചെയ്യാറ്. പക്ഷെ ഇവിടെ നമ്മൾ ആദ്യം കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബാക്കിലെ കട്ടിങ് ആണ്. അപ്പൊ ക്ലോത്ത് ഇതേപോലെ ഞാൻ, അതായത് 3 മീറ്റർ ക്ലോത്ത് മൊത്തമായിട്ട് നിവർത്തിയിട്ട് ഇതേപോലെ കറക്റ്റ് രണ്ടാക്കി മടക്കി കൊടുക്കുന്നുണ്ട്. കറക്റ്റ് രണ്ടാക്കി മടക്കിയതിനു ശേഷം എന്റെ ലെങ്ത് ആയിട്ട് ഇൻക്ലൂഡിങ് സീം അലവൻസ് അടക്കം ഞാൻ എടുക്കുന്നത് 48 ഇഞ്ചാണ്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 44 ഇഞ്ചാണ് ലെങ്ത് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ 1.5 ഇഞ്ചും കൂടി സീം അലവൻസ് ആഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാനിവിടെ 48 ഇഞ്ച് ലെങ്ത്തിൽ ഇതേപോലെ 3 മീറ്റർ ക്ലോത്തിന് 48 ഇഞ്ച് ലെങ്ത്തിൽ കട്ട് ചെയ്തിട്ട് ബാക്കി ക്ലോത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ആ കട്ട് ചെയ്ത ക്ലോത്തിനെ കറക്റ്റ് രണ്ടാക്കിയിട്ട് മടക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു ക്ലോത്തിന്റെ വിഡ്ത്ത് 44 ഇഞ്ചാണ്. അപ്പൊ നമ്മൾ കറക്റ്റ് രണ്ടാക്കി മടക്കിയിടുന്ന സമയത്ത് നമുക്ക് 22 ഇഞ്ച് വിഡ്ത്ത് കിട്ടും. അപ്പൊ അത്രയും വിഡ്ത്ത് നമ്മൾ അലൈൻ ചെയ്യുന്ന സമയത്ത് പിന്നെ സൈഡ് വശം, അതായത് നമ്മുടെ സൈഡിലേക്കാണല്ലോ ഒത്തിരി ഫ്ലെയർ ഉണ്ടാവുക. ബാക്കി വശങ്ങളൊക്കെ കറക്റ്റ് അളവായിരിക്കും, സൈഡിലാണ് ഫ്ലെയർ ഉണ്ടാവുക. അപ്പൊ അവിടെ ഇങ്ങനെ കൂടി പിടിച്ചിരിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് മുമ്പ് ചെയ്തപ്പോൾ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ ക്ലോത്തിനെ ഒന്ന് 20 ഇഞ്ച് വിടുത്തിലേക്ക് മടക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് അത്രയും വിടുത്ത് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് രണ്ടാക്കി മടക്കിടാം. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ചെയ്ത പോലെ ഒരു 20 ഇഞ്ച് വിടുത്തിലേക്ക് ഇതിനെ മടക്കിയിട്ടിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിൻസസ് കട്ട് കുർത്തി അനൽ അനാർക്കലിയൊക്കെ ചെയ്യില്ല, അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വിടുത്തുണ്ടെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. കാരണം ഇടക്കിടക്ക് സ്റ്റിച്ച് വരുന്നതുകൊണ്ട്, പ്ലെയിൻ ആയിട്ട് സ്റ്റിച്ച് പോകുന്നത് കൊണ്ട് തന്നെ വശം ഇങ്ങനെ കൂടിയിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ ഈ ഇപ്പറി മെറ്റീരിയൽ ഒക്കെ ആണെങ്കിൽ കൂടുതൽ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാനിങ്ങനെ 20 ഇഞ്ച് വിടുത്തിലേക്ക് ഇതിനെ ഇട്ടത്. വേണ്ടാന്നുണ്ടെങ്കിൽ ഫുൾ വിടുത്ത് യൂസ് ചെയ്യാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. അതേപോലെ 20 ഇഞ്ച് വിടുത്തിൽ 48 ഇഞ്ച് ലെങ്ത്തിൽ ക്ലോത്തിനെ ഇതേപോലെ രണ്ടാക്കിയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ആദ്യം നമ്മൾ ചെയ്യുന്നത് ബാക്കിലെ കട്ടിങ് ആണ് കേട്ടോ. ഇനി നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്തേക്ക് ഷോൾഡർ മാർക്ക് ചെയ്യുന്നുണ്ട്. 7 ഇഞ്ചാണ് ഷോൾഡർ. ഞാൻ എന്റെ അളവാണ് മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ അളവ് മാർക്ക് ചെയ്യാം കേട്ടോ. 7.5 ഇഞ്ച് നമ്മൾ ആം ഹോളിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. രണ്ടും കൂടി ചേർത്ത് വരച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ കൂടി വരച്ചിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്യുക, ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യുക കേട്ടോ. അപ്പൊ നമ്മൾ ക്ലോത്ത് രണ്ടാക്കിയിട്ട് മടക്കിയിടുമ്പോൾ നമ്മളെ ചെസ്റ്റ് വിഡ്ത്ത് എന്ന് പറയുന്നത് 9 ഇഞ്ചാണ്. ഞാനൊരു മീഡിയം സൈസിൽ വരുന്ന ആളാണ് കേട്ടോ. അപ്പൊ 9 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ കോർണറിന് ഇതേപോലെ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഞാൻ ഇവിടെ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചിട്ടാണ് ആം ഹോൾ വരയ്ക്കുന്നത്. നിങ്ങൾ കൈവച്ച് വരച്ചാൽ മതി കേട്ടോ. പിന്നെ ഫ്രണ്ടിലേക്കുള്ള ആം ഹോൾ വരയ്ക്കേണ്ട, കാരണം ഇത് ബാക്കിലെ പീസാണ്. അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്യാം. വേസ്റ്റ് ലെങ്ത് 14 ഇഞ്ചാണ്. 14 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടെയുള്ള വിഡ്ത്ത് 8 ഇഞ്ചാണ്. ആ 8 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം നമ്മൾ 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. കുറച്ച് സ്പീഡിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ ഇതിനോടകം എത്രയോ വീഡിയോയിൽ നമ്മൾ എ-ലൈൻ കുർത്തി എങ്ങനെയാ ചെയ്യാന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങളൊരു ബിഗ്നർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം കേട്ടോ. അതിലൊക്കെ നമ്മൾ വളരെ മെല്ലെ എങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. വേസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്ന് നേരെ താഴേക്ക് നിങ്ങൾക്ക് ഇതേപോലെ ആംഗിൾ ആയിട്ട് സ്കെയിൽ വെച്ച് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വരയ്ക്കാം. ഞാനിവിടെ ഹിപ്പ് പോയിന്റും കൂടി മാർക്ക് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. കുറച്ചും കൂടി ഷേപ്പ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഞാനിവിടെ ഹിപ്പ് പോയിന്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഹിപ്പ് പോയിന്റിലേക്കുള്ള ലെങ്ത് 20 ഇഞ്ചാണ്. 20 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടുത്തെ വിഡ്ത്ത് 9 ഇഞ്ചാണ്. അതിനൊപ്പം 1 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്താൽ മതി. അവിടെ നമ്മൾ ഓവർ സീം അലവൻസ് ആഡ് ചെയ്യണ്ട. ഇതേപോലെ 1 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഹിപ്പ് പോയിന്റിന്റെ, അതായത് സീം അലവൻസ് മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്ന് നേരെ താഴോട്ടേക്ക് ബോട്ടം ഭാഗത്തേക്ക് നമ്മൾ ഇതേപോലെ സ്കെയിൽ വെച്ച് വരയ്ക്കുകയാണ്. സാധാരണ നമ്മൾ എ-ലൈൻ കുർത്തി ചെയ്യുന്ന സമയത്ത് താഴ്വശത്ത് നിന്ന് നമ്മളൊരു 2.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഒന്ന് ചരിച്ചു വരയ്ക്കാറുണ്ട്. പക്ഷെ ഇപ്പം നമ്മളത് ചെയ്യുന്നില്ല. മൊത്തം സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് നമുക്ക് അവസാനം അങ്ങനെ കട്ട് ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് മാർക്ക് ചെയ്ത അളവിലൂടെ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനിയാണ് നമ്മൾ നമ്മുടെ കുർത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗത്തേക്ക് വരുന്നത്. ഫ്രണ്ടിലേക്ക് വേണ്ടിയിട്ടും 48 ഇഞ്ച് ലെങ്ത്തിൽ ഞാൻ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കറക്റ്റ് ക്ലോത്തിനെ രണ്ടാക്കിയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. നേരത്തെ നമ്മൾ 20 ഇഞ്ചിലേക്കാണ് മടക്കിയിട്ടിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ ആ വിഡ്ത്ത് മൊത്തം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. കറക്റ്റ് രണ്ടാക്കിയിട്ട് ഇതേപോലെ മടക്കിയിട്ടിട്ടുണ്ട്. കറക്റ്റ് രണ്ടാക്കി മടക്കിയിട്ട് ക്ലോത്തിന്റെ നേരെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ബാക്ക് പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ബാക്ക് പീസ് വെച്ച് കൊടുക്കുമ്പോൾ എങ്ങനെയാ വെച്ച് കൊടുക്കുക? സാധാരണ നമ്മൾ ഫോൾഡ് ആയിട്ടുള്ള ഭാഗം കറക്റ്റ് ആക്കിയിട്ടാണ് വെച്ച് കൊടുക്കുക. പക്ഷെ ഇവിടെ നമ്മൾ അങ്ങനെയല്ല വെച്ച് കൊടുക്കുന്നത്.
ഇവിടെ നമ്മൾ ആ ഒരു സൈഡ് ഭാഗം കറക്റ്റ് ആയിട്ട് വരുന്ന രീതിയിലാണ് വെച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ഞാൻ നന്നായിട്ട് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത്. നിങ്ങൾ വിചാരിക്കും എ ലൈൻ ആയിട്ട് ചെയ്ത ഭാഗത്തിന്റെ ആ വിഡ്ത്ത് നമുക്ക് കിട്ടുന്നില്ലല്ലോ എന്ന്. പക്ഷെ ആ ഭാഗം നിങ്ങൾ എടുക്കണ്ട. ഈ ഒരു ഹിപ്പിന്റെ ഭാഗം വരെയുള്ള ഷേപ്പ് ഉണ്ടല്ലോ, ഹിപ്പിന്റെ ഭാഗം മാത്രം കറക്റ്റ് ആയിട്ട് ഇതിൽ വരുന്ന രീതിയിൽ വെച്ചാൽ മതി. പോകുന്ന ഫ്ലെയർ നമ്മൾ എടുക്കണ്ട കേട്ടോ. അപ്പൊ ഇതേപോലെ ഞാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ സൈഡ് വശം ഒക്കെ നമ്മുടെ അളവ് പ്രകാരം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിലെ പീസിൽ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. നെക്ക് വിഡ്ത്ത് ആയിട്ട് ഞാൻ 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. 3 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതും കൂടി ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഷോൾഡർ സ്ലോപ്പ് കട്ട് ചെയ്യുമ്പോൾ 4 പീസും കൂടി ഒന്നിച്ച് വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, ഇത്രയും ഭാഗം നമുക്ക് പ്ലീറ്റ് ഇടാൻ, അതായത് സെന്ററിൽ പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ കിട്ടിയിട്ടുള്ള ക്ലോത്ത് ആണ്. അപ്പൊ എനിക്ക് 10 ഇഞ്ച് കിട്ടുന്നുണ്ട്. അതായത് മടക്കിട്ട സമയത്ത് 10 ഇഞ്ച് കിട്ടുന്നുണ്ട്. നിവർത്തുമ്പോൾ 20 ഇഞ്ചോളം നമുക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതിലും വിടുത്തുള്ള ക്ലോത്ത് ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി പ്ലീറ്റ്സ് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ ഫ്രണ്ടിൽ കൊടുക്കുന്ന ഡിസൈനിന്റെ ലെങ്ത് മാർക്ക് ചെയ്യാം. ഞാൻ 13 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ 13 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 3 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തത്. അതിനോടൊപ്പം ഒരു 2 ഇഞ്ചും കൂടി നമ്മൾ എക്സ്ട്രാ മാർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ആ ഒരു ഡിസൈൻ വരുന്നത് 5 ഇഞ്ചിലാണ്. അപ്പൊ 5 ഇഞ്ച് വിഡ്ത്തും 13 ഇഞ്ച് ലെങ്ത്തിലും ഇതേപോലെ നമ്മളൊരു ബോക്സ് ആക്കിയിട്ട് വരയ്ക്കുന്നുണ്ട്. നമ്മൾ ബാക്ക് പീസിലാണ് വരയ്ക്കുന്നത്. അത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ബാക്ക് പീസിൽ വരയ്ക്കുന്നത്. ശരിക്കും ഈ ഡിസൈൻ വരേണ്ടത് ഫ്രണ്ട് പീസിലാണ്. പക്ഷെ ഫ്രണ്ട് പീസ് ഇത്രയും വിഡ്ത്തിൽ കിടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല നമ്മൾ അളവ് പറയുന്നത് കൊണ്ട്. അതുകൊണ്ടാണ് ബാക്ക് പീസിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കാണിച്ചത് കേട്ടോ. ബാക്ക് പീസിൽ വരച്ചിട്ടുള്ള അതേ അളവ് തന്നെ ഞാനൊന്ന് ഫ്രണ്ട് പീസിലേക്കും കൂടി ഇതേപോലെ വരച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ആം ഹോൾ കുഴിച്ച് വരയ്ക്കണം. ഞാൻ ഫ്രണ്ടിൽ ആം ഹോൾ കുഴിച്ച് വരച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് വീഡിയോ ആയിട്ട് എടുക്കാൻ എന്നോട് വിട്ടുപോയിട്ട്. അപ്പൊ നിങ്ങൾ ഫ്രണ്ടിൽ ആം ഹോളും കൂടി ഒന്ന് കുഴിച്ച് വരയ്ക്കണം. നമ്മൾ വരച്ചിട്ടുള്ള ഈ ലൈന് നമുക്ക് ഇതേപോലെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ബാക്കിലെ പീസ് മാറ്റി വെക്കണം കേട്ടോ. ഫ്രണ്ടിലെ പീസിലാണ് കട്ടിങ് വരുന്നത്. അപ്പൊ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആം ഹോളും കൂടി നിങ്ങൾ വരച്ചിട്ടൊന്ന് കട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതിന്റെ സെന്ററിലും കൂടി ഒരു കട്ട് കൊടുക്കുക, സെന്റർ എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ പീസിൽ നമ്മൾ ഇതേപോലെ അളവ് മാർക്ക് ചെയ്ത ഈ ഒരു ഭാഗമുണ്ട്. അതായത് 5 ഇഞ്ച് വിഡ്ത്തും 13 ഇഞ്ച് ലെങ്ത്തിലും ഉള്ളൊരു അളവ് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ അളവ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. സെയിം ഇതേപോലെ അളവ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു ക്ലോത്ത് ഇതേപോലെ രണ്ടാക്കി മടക്കി കൊടുക്കുക. രണ്ടാക്കി മടക്കി കൊടുക്കുമ്പോൾ അതിന്റെ മുകളിലായിട്ട് നമ്മൾ ഈ അളവ് കട്ട് ചെയ്ത പീസ് വെക്കുന്നുണ്ട്. 3 സൈഡിലും, അതായത് ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗം ഒഴിച്ചിട്ട് ബാക്കി 3 സൈഡിലും 1/2 ഇഞ്ച്, അതായത് നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് 1/2 ഇഞ്ച് മാത്രം സീം അലവൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബാക്കി വന്നിട്ടുള്ള ക്ലോത്ത് ഇതേപോലെ 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. 4 ആക്കി മടക്കിയിടുന്ന സമയത്ത് 21 ഇഞ്ചാണ് ലെങ്ത് കിട്ടുന്നത്. ഓൾമോസ്റ്റ് ഒരു ഫുൾ സ്ലീവിന്റെ അത്ര തന്നെ ലെങ്ത് കിട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്തല്ല, ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്ത് മുകളിൽ നിന്ന് താഴോട്ടേക്ക് 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ആം ഹോൾ കുഴിച്ച് വരയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. അപ്പൊ അതേപോലെ ആം ഹോൾ കുഴിച്ച് വരയ്ക്കുന്നുണ്ട്. പിന്നെ ഫുൾ സ്ലീവ് ആവുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കൊടുക്കുന്നതിനേക്കാളും ഒരു 1/2 ഇഞ്ച് ലൂസ് എക്സ്ട്രാ ആഡ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് കൈ ഇങ്ങനെ മടക്കാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അപ്പം അതേപോലെ നമ്മൾ ബോട്ടം ഭാഗത്തുള്ള വിഡ്ത്ത് എന്ന് പറയുന്നത് 3.5 ഇഞ്ചാണ്. അതിന്റെ കൂടെ 1/2 ഇഞ്ച് ലൂസും കൂടി കൂട്ടിയിട്ട് 4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്തിട്ട് ഇതേപോലെ താഴ്വശം മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ അളവ് പ്രകാരം വരയ്ക്കുന്നുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. സെന്ററിലും കൂടി ഒരു കട്ട് കൊടുക്കുക കേട്ടോ. ഇനി ശ്രദ്ധിക്കുക കേട്ടോ, നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. നമ്മുടെ ഫ്രണ്ടിലെ പീസാണ് എടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലെ പീസിൽ നമ്മൾ ഇതേപോലെ നമ്മൾ എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗം, ഈ ഭാഗത്ത് നമ്മൾ ഫ്രില്ലിടുക. മാക്സിമം കുഞ്ഞു കുഞ്ഞു ഫ്രിൽസ് ഇടുക കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ട് ഗാദേഴ്സ് ആക്കിയിട്ട് എടുക്കാം. പക്ഷെ ഗാദേഴ്സ് ആക്കി എടുക്കുന്ന സമയത്ത് ആ ഒരു പ്ലീറ്റിന് അത്ര വൃത്തി ഉണ്ടാവില്ല. അതൊരു ഒതുക്കത്തിൽ നിൽക്കില്ല കേട്ടോ. അത് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഇടുന്നതായിരിക്കും നന്നാവുക. അപ്പോഴാണ് നമ്മൾ അയൺ ചെയ്യുമ്പോൾ ആ പ്ലീറ്റ്സ് ഇങ്ങനെ അങ്ങനെ നിൽക്കുമ്പോൾ കാണാൻ ഭംഗി ഉണ്ടാവുക കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യാം. നമ്മൾ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ടിട്ട് ഈ പ്ലീറ്റിനെ കൺവേർട്ട് ചെയ്യുന്നത് 10 ഇഞ്ചിലേക്കാണ്. ഈ 10 ഇഞ്ച് എങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മടക്കിയിട്ട സമയത്ത് 5 ഇഞ്ചായിരുന്നു വിടുത്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. 5 ഇഞ്ച് വിടുത്തും 13 ഇഞ്ച് ലെങ്ത്തും ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആ പീസാണ് നമ്മൾ കട്ട് ചെയ്തത്. അപ്പൊ ഇത് നിവർത്തുന്ന സമയത്ത് നമുക്ക് 2 സൈഡിലേക്കും കൂടി ആവുമ്പോൾ 5 5 വെച്ചിട്ട് 10 ഇഞ്ച്, ഈ 10 ഇഞ്ച് വിടുത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ പ്ലേറ്റിനെ കൺവേർട്ട് ചെയ്യേണ്ടത്. ഈ 10 ഇഞ്ച് എന്നുള്ളത് എന്ത് അളവാണ് നിങ്ങൾ എടുക്കുന്ന അളവായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക കേട്ടോ. അപ്പൊ കറക്റ്റ് ഈ 10 ഇഞ്ച് തന്നെയല്ലേ കിട്ടണേന്ന് നോക്കുക. അപ്പൊ അതേപോലെ കറക്റ്റ് നമുക്ക് 10 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതേപോലെ ഞാൻ കുഞ്ഞു കുഞ്ഞു മാക്സിമം കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ആക്കിയിട്ട് ഇട്ടെടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, എക്സ്ട്രാ സീം അലവൻസ് കൂട്ടിയിട്ട് ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, ആ പീസ് എടുക്കുക. എന്നിട്ട് നമ്മുടെ നല്ല ക്ലോത്തിന്റെ ചീത്ത വശം
ആ പീസിന്റെ ചീത്തവശം, അതായത് നല്ല ക്ലോത്തിന്റെ ചീത്തവശം ആയിരിക്കണം നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുള്ള പീസിന്റെ ചീത്തവശം ആയിരിക്കണം. എന്നിട്ട് മുകളിൽ നമ്മൾ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് വരാം. സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് നമ്മൾ ആ പ്ലീറ്റ് ഇട്ട ഭാഗത്ത് എത്തുന്ന സമയത്ത് സൂചി അവിടെ ഇറക്കി നിർത്തുക. എന്നിട്ട് ആ പ്ലീറ്റ് ഇട്ട ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് അവിടുന്ന് നേരെ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ ഒരു ഷേപ്പ് നിങ്ങൾ ഇതേപോലെ ഒരു സി ഷേപ്പ് എന്നൊക്കെ പറയാം, അപ്പൊ ഇതേപോലെ നിങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്ന സമയത്ത് നമ്മളെ ഫ്രണ്ടിലേക്കായിരിക്കും ഈ ഒരു സ്റ്റിച്ച് വരിക. അപ്പൊ എനിക്ക് തെറ്റിപ്പോയതാന്ന് വിചാരിക്കേണ്ട കേട്ടോ, ഇത് ഇങ്ങനെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. കാരണം ബാക്കിൽ നോക്കുന്ന സമയത്ത് കറക്റ്റ് പീസ് ഒരേപോലെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഫ്രണ്ടിലേക്ക് നമ്മൾ എക്സ്ട്രാ പീസ് കൊടുക്കുമ്പോൾ ഈ ഒരു സ്റ്റിച്ച് അതിന്റെ ഇടയിൽ ഹൈഡ് ചെയ്ത് പോവുകയും ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മളെ കുർത്തി നോക്കുന്ന സമയത്ത് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴും ബാക്കിൽ നിന്ന് നോക്കുമ്പോഴും നല്ല ഫിനിഷിങ്ങോട് കൂടി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടി പറഞ്ഞത്. ഫ്രണ്ടിലേക്ക് കൊടുക്കാനുള്ള ക്യാൻവാസ് പേപ്പർ എടുക്കാം. ക്യാൻവാസ് പേപ്പറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 15 ഇഞ്ച് ലെങ്ത് ആണ്. വിഡ്ത്ത് എന്ന് പറയുന്നത് 11 ഇഞ്ചാണ്. 11 ഇഞ്ച് വിഡ്ത്തിൽ 15 ഇഞ്ച് ലെങ്ത്തിൽ നമ്മൾ ഇതേപോലെ ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. കറക്റ്റ് രണ്ടാക്കി മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ 11 ഇഞ്ച് വിഡ്ത്ത് കിട്ടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ആ ഡിസൈനിന് എടുത്തിട്ടുള്ള വിഡ്ത്ത് എന്ന് പറയുന്നത് 5 ഇഞ്ചായിരുന്നു. അപ്പൊ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഒരു 1/2 ഇഞ്ചും കൂടി കൂടും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ 11 ഇഞ്ച് വിഡ്ത്ത് എടുത്തത് കേട്ടോ. അപ്പൊ അതേപോലെ നമ്മൾ 5.5 ഇഞ്ച് വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. നേരെ താഴത്തേക്ക് നമ്മൾ 13 ഇഞ്ചാണ് ലെങ്ത് മാർക്ക് ചെയ്തത്. ആ 13 ഇഞ്ച് ലെങ്ത്തിന്റെ കൂടെ 1/2 ഇഞ്ച് സീം അലവൻസും കൂടി കൂട്ടിയിട്ട് 13.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അപ്പൊ 13.5 ഇഞ്ച് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ 13.5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നമ്മൾ 15 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ഇതേപോലെ നമ്മൾ സ്കെയിൽ വെച്ചിട്ട് ചെരിച്ച് വരയ്ക്കുന്നുണ്ട്. ഈ 15 ഇഞ്ച് എന്നുള്ളത് നിങ്ങൾക്ക് കുറച്ചും കൂടി 16 ഇഞ്ചൊക്കെ ആക്കി എടുക്കാം. പക്ഷെ അങ്ങനെ ആകുമ്പോൾ ഒത്തിരി താഴോട്ടേക്ക് ഇറങ്ങി പോകും കേട്ടോ ആ ഡിസൈൻ. അപ്പൊ അതത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനൊന്നുമില്ല. വിഡ്ത്തിനോടൊപ്പം ലെങ്ത്തിനോടൊപ്പം നമ്മൾ 1/2 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്യുന്നുണ്ട്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചപ്പോൾ 1/2 ഇഞ്ച് സീം അലവൻസ് വന്നിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ 1/2 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്തത് കേട്ടോ. ഇനി ഇതിലേക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നെക്കും കൂടി ചെയ്യാം. നമ്മൾ നേരത്തെ 3 ഇഞ്ചായിരുന്നു നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തത്. 3 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. 6.5 ഇഞ്ച് നെക്കിന് ഇറക്കം കൊടുക്കുന്നുണ്ട്. വി നെക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ 6.5 ഇഞ്ച് നെക്കിന് ഇറക്കം കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എത്രയാണ് ഇറക്കം പറ്റുക എന്ന് വെച്ചാൽ ആ ഇറക്കം കൊടുക്കുക കേട്ടോ. എന്നിട്ട് വി നെക്ക് കറക്റ്റ് വി നെക്ക് വരയ്ക്കുന്നുണ്ട്. ജസ്റ്റ് ഈ വരച്ച പ്രകാരം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ഏത് ക്ലോത്തിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ക്ലോത്തിൽ ഇതൊന്ന് അയൺ ചെയ്തെടുക്കുക. ബാക്ക് നെക്ക് ചെയ്യുന്നത് നമ്മൾ ക്യാൻവാസ് പേപ്പറിലാണ്. അപ്പൊ ഞാൻ ഇതേപോലെ ഒരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. അതിനെ കറക്റ്റ് രണ്ടാക്കി മടക്കുന്നുണ്ട്. 3 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത്. 3.5 ഇഞ്ച് ഇറക്കം കൊടുത്തിട്ടുണ്ട്. 3.5 ഇഞ്ച് ഇറക്കം, 3 ഇഞ്ച് നെക്ക് വിഡ്ത്തിൽ ഇതേപോലെ ഒരു റൗണ്ട് നെക്ക് വരച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇതും നമുക്ക് ഏത് ക്ലോത്തിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ക്ലോത്തിൽ ഒന്ന് അയൺ ചെയ്തെടുക്കുക. ഞാനിവിടെ സെയിം കളർ ക്ലോത്തിൽ തന്നെയാണ് അയൺ ചെയ്തെടുത്തത്. നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഇപ്പൊ നിങ്ങളൊരു ചുരിദാർ സെറ്റ് ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ബോട്ടത്തിന്റെ പീസ് എടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും ഈ സെന്ററിലുള്ള ഒരു ഡിസൈൻ. അതല്ലാന്നുണ്ടെങ്കിൽ പിൻടെക്ക് വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പൊ അതിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ സെയിം ക്ലോത്ത് ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ കറക്റ്റ് സെന്ററിൽ ഇതേപോലെ ഒരു നോച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിലെ പീസിൽ നമ്മൾ സെന്റർ സ്റ്റിച്ച് ചെയ്ത പീസിന്റെ കറക്റ്റ് സെന്ററിലും ഇതുപോലെ ഒരു നോച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീത്തവശം, ഫ്രണ്ടിലെ പീസിന്റെ ചീത്തവശം, ഫ്രണ്ടിലെ പീസിന്റെ ചീത്തവശത്തിന് മുകളിലായിട്ട് നമ്മളിപ്പം ക്യാൻവാസ് പേപ്പറിൽ അയൺ ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു ഡിസൈൻ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ കറക്റ്റ് സെന്റർ ടു സെന്റർ വെക്കുക. പിൻ കുത്തി കൊടുക്കുക. പിൻ കുത്തിയതിന് ശേഷം ആദ്യം ഈ വി നെക്ക് കറക്റ്റ് അതേപോലെ സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്തിട്ട് 1/4 ഇഞ്ച് ക്ലോത്ത് വെച്ചിട്ട് ബാക്കി ക്ലോത്ത് കട്ട് ചെയ്യുക. ഈ 1/4 ഇഞ്ചിൽ വെച്ചിട്ടുള്ള ക്ലോത്തിൽ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഡിസൈൻ മൊത്തമായിട്ട് ഫ്രണ്ടിലേക്ക് എടുക്കുക. ഇപ്പം ബാക്ക് സൈഡിലാണ് ഈ ഡിസൈൻ ഉള്ളത്, അതിന് നമ്മൾ ഫ്രണ്ടിലേക്ക് എടുക്കുക. എന്നിട്ട് കറക്റ്റ് ആ വി നെക്ക് ഒന്ന് പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്യാം. അപ്പൊ നമ്മുടെ നെക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കവിടെ വന്നു. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ ചെയ്തിട്ടുള്ള ഈ ഒരു ഡിസൈൻ അത് നമുക്ക് നമ്മുടെ ക്ലോത്തിൽ സ്റ്റിച്ച് ചെയ്യണം. അപ്പൊ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ള പ്ലീറ്റ് നന്നായിട്ട് ഒന്ന് അയൺ ചെയ്തിട്ടുണ്ടാവണം. അത് ആദ്യം തന്നെ അയൺ ചെയ്യാം കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒന്ന് അയൺ ചെയ്യാം. എന്നിട്ട് കറക്റ്റ് ആ പ്ലീറ്റ് ഒക്കെ നല്ല രീതിയിൽ ഇങ്ങനെ നിവർത്തി വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, പിൻ കുത്തി കൊടുക്കുക. ചുളിവുകളൊന്നും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ പിൻ കുത്തി കൊടുക്കുക കേട്ടോ. അപ്പൊ ഇതേപോലെ പിൻ കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതേപോലെ ഒരു ലേസ് എടുക്കുന്നുണ്ട്. ജസ്റ്റ് ഈ ഫ്രണ്ടിലെ ഡിസൈൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്യാൻവാസ് പേപ്പർ ഇരിക്കുന്ന പീസിന്റെ താഴ്വശത്ത് ലേസ് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരണമെങ്കിൽ അങ്ങനെ വരാം. അതല്ലാന്നുണ്ടെങ്കിൽ മുകൾ വശത്ത് ഞാൻ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ സ്റ്റിച്ച് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പൊ രണ്ട് രീതിയിലും ചെയ്യാം. കറക്റ്റ് നമ്മുടെ ഈ ക്യാൻവാസ് പേപ്പറിലുള്ള ഷേപ്പ് എങ്ങനെയാണോ ഇരിക്കുന്നത് എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ലേസ് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അപ്പൊ ഞാൻ ഇതേപോലെ കറക്റ്റ് ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് ലേസ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്.
പിന്നെ ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ സെന്ററിൽ കൊടുത്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ, ആ സ്റ്റിച്ച് ഈ ക്യാൻവാസ് പേപ്പറിന്റെ ഉള്ളിൽ ഹൈഡ് ചെയ്ത് പോകുന്ന രീതിയിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതേപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിലെ നെക്ക് ചെയ്യാം. ബാക്കിലെ പീസിന്റെ നല്ല വശത്തിന്റെ മുകളിൽ നെക്കിന്റെ നല്ല വശം വെക്കുക. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ വെക്കുക. എന്നിട്ട് കറക്റ്റ് സെന്റർ ടു സെന്റർ വെക്കുക. പിൻ കുത്തി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ റൗണ്ട് ഷേപ്പ് അതേപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്തിട്ട് 1/4 ഇഞ്ചിൽ ക്ലോത്ത് വെച്ചിട്ട് ബാക്കി ക്ലോത്ത് കട്ട് ചെയ്യുക. ഈ 1/4 ഇഞ്ചിൽ വെച്ചിട്ടുള്ള ക്ലോത്തിൽ ചെറിയ ചെറിയ കട്ട് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ നല്ല വശം വേറെയും നമ്മുടെ ക്യാൻവാസ് പേപ്പർ ഓപ്പോസിറ്റ് സൈഡും വരുന്ന രീതിയിൽ വെച്ചിട്ട് ഒരു പ്രാവശ്യം കൂടി ഇതേപോലെ റൗണ്ട് സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് മറിച്ചിട്ട് ഒന്നും കൂടി റൗണ്ട് സ്റ്റിച്ച് കൊടുത്തിട്ട് ഫിനിഷ് ചെയ്തെടുക്കുക. അതിനോടൊപ്പം തന്നെ ഷോൾഡറും കൂടി ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ സ്ലീവ് എടുക്കാം. സ്ലീവിന്റെ താഴ്വശം ഇതേപോലെ മടക്കി തയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ലേസ് ഇതേപോലെ അറ്റാച്ച് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ലേസിന്റെ അതായത് ഈ ഒരു സ്ലീവിന്റെ താഴ്വശത്ത് നിന്ന് ലേസ് വരുന്ന രീതിയിൽ അറ്റാച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ അറ്റാച്ച് ചെയ്യാം. അതല്ലെങ്കിൽ ഞാൻ ചെയ്ത പോലെ മുകളിൽ അറ്റാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി സ്ലീവ് ഇതിലേക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഷോൾഡറിന്റെ സെന്ററിലേക്ക് സ്ലീവിന്റെ സെന്റർ വെക്കുക. നല്ല വശത്തിന്റെ മുകളിൽ നല്ല വശം വേണം വെക്കാൻ വേണ്ടിയിട്ട് സെന്റർ ടു സെന്റർ വെക്കുക. എന്നിട്ട് സെന്ററിൽ നിന്ന് ആദ്യം ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുക. പിന്നെ സെന്ററിൽ നിന്ന് അടുത്ത സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക. സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും 2 സ്റ്റിച്ച് ചെയ്തിട്ട് സെക്യൂർ ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് അളവ് പ്രകാരം സൈഡ് സ്റ്റിച്ച് ചെയ്യണം. പിന്നെ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എയർലൈൻ കുർത്തി ചെയ്യുന്ന സമയത്ത് ഒരു 2.5 ഇഞ്ച് മുകളിലേക്ക് നീക്കിയിട്ട് നമ്മളിങ്ങനെ സ്ലോപ്പ് ആയിട്ട് കട്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് താഴ്വശം മടക്കി തയ്ക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. ഇപ്പൊ തന്നെ ലോങ് വീഡിയോ ആയി. അപ്പൊ അതും കൂടി നിങ്ങൾ ചെയ്തെടുക്കുക. അപ്പൊ ഇതാണ് ഇതിന്റെ ഫൈനൽ ലുക്ക്. വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ആ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് വരുമ്പോഴാണ് കുറച്ചും കൂടി അത് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറെ തന്നെ ഒരു കളർ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്യുക ആ ഫ്രണ്ടിലെ ഡിസൈൻ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തായിട്ട് നോട്ടിഫിക്കേഷൻ ബെൽ ഉണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.